ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അവിടെ വന്നിരിക്കുന്നത് ഒരു സീരീസ്, കഴിഞ്ഞ ദിവസം OTT റിലീസ് ചെയ്ത ഒരു സീരീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സുവൽ ദ വോർട്ടെക്സ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. രണ്ടാമത്തെ സീസണാണ്. ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. തമിഴ് ക്രൈം മിസ്റ്ററി ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഈ ഒരു സീരീസിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് കതിറും ഐശ്വര്യ രാജേഷാണ്. ഈ സീരീസിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് സീസണാണ് കേട്ടോ. ഫസ്റ്റ് സീസൺ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റ് വാച്ച് സീരീസാണ്. ഫസ്റ്റ് സീസൺ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. 8 എപ്പിസോഡുകളാണുള്ളത്. മസ്റ്റ് വാച്ച് സീരീസാണ്. ഫസ്റ്റ് സീസൺ മസ്റ്റ് വാച്ച് സീരീസാണ്. അപ്പോൾ ഫസ്റ്റ് സീരീസ് കണ്ടാലേ സെക്കൻഡ് സീരീസ് കാണാവൂ എന്നുള്ളത് ചോദിച്ചാൽ ചെറിയ ചെറിയ പാർട്ടുകളുണ്ട്. ഫസ്റ്റ് സീരീസ് കണ്ടതിന് ശേഷം സെക്കൻഡ് സീരീസ് കാണാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ സീരീസിലെ പ്ലോട്ട് എന്താണെന്ന് നോക്കിയാൽ, ഒരു കൊലപാതകമാണോ അതോ ആത്മഹത്യയാണോ എന്ന് മനസ്സിലാകാത്ത രീതിയിലുള്ളൊരു മരണം. അതായത് പുറത്തുനിന്ന് കുറ്റിയിട്ടായിരിക്കും ഡോറുകളൊക്കെ നെറ്റി വെടിവെച്ചിട്ട് മരിക്കുന്നതാണ്. അപ്പോൾ ആരാണ് കൊലപാതകം തന്നെയാണോ അല്ലെ ആത്മഹത്യയാണോ, ആരാണ് ചെയ്തത്, എന്തിനാണ് ഇത് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്ന ഒരു സീരീസാണ്. 8 എപ്പിസോഡുകൾ നടന്ന സീരീസാണ്. 8 എപ്പിസോഡുകൾ എന്ന് പറയുമ്പോൾ മൊത്തം 6 മണിക്കൂറുണ്ട്. 6 മണിക്കൂറുണ്ട് ഈ സീരീസിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ എന്നുള്ളത്. ലാലുണ്ട് കേട്ടോ ഇതിൽ. നമ്മുടെ മലയാളി നടന്ന ലാൽ ഇതിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ മഞ്ജിമ ഒരു എപ്പിസോഡിൽ വന്നു പോകുന്നുണ്ട്. കിടിലൻ റോളായിരുന്നു. ഈ സീരീസിൻ്റെ ആ ഒരു സ്റ്റോറി പറഞ്ഞു പോകുന്ന രീതിയൊക്കെ അടിപൊളിയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ പുരാണങ്ങളിലെ ആ ഒരു സംഭവം, അതായത് ഉത്സവവും ഇതിലെ മെയിൻ സ്റ്റോറിയൊക്കെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു മേക്കിംഗ് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ ആ ഒരു കാളിയുടെ ആ ഒരു സംഭവവും പിന്നെ പാട്ടുകളും എല്ലാം വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ സാംസിയസിൻ്റെ മ്യൂസിക് സൂപ്പറായിരുന്നു. പിന്നെ പെർഫോമൻസുകളാണ് എടുത്ത് പറയേണ്ട ഒരു സംഭവം. നല്ല കിടിലൻ പെർഫോമൻസുകളായിരുന്നു. ഈ സീരീസിൽ ഒരുപാട് പേര് കാസ്റ്റിംഗ് കുറേ കുട്ടികൾ, അതായത് ലേഡീസ് കുറേ പേര്. ആരൊക്കെയാണെന്ന് വെച്ചാൽ അശ്വിനി നമ്പ്യാരുണ്ട്, മഞ്ജിമ മോഹനുണ്ട്, ചാന്ദിനി തമിഴ്, ഗൗരിജി കിഷനുണ്ട്, മോനിഷ ബ്ലസ്സി, സംയുക്ത വിശ്വനാഥന്, ഹർണി സുധരഞ്ജൻ, നിഖില ശങ്കർ, ശ്രീഷ, അങ്ങനെ കുറേ ആൾക്കാർ ഇതിൽ കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ 8 പെൺകുട്ടികൾ, അവരുടെയൊക്കെ പെർഫോമൻസുകൾ സൂപ്പറായിരുന്നു. കിടിലൻ പെർഫോമൻസുകളായിരുന്നു. ഐശ്വര്യ രാജേഷിന് ചെയ്യാൻ വലിയൊരു സംഭവം, വലിയൊരു സ്ക്രീൻ സ്പേസ് ഐശ്വര്യ രാജേഷിന് ഈ ഒരു സീരീസിൽ ഇല്ല എന്നുള്ളത് പറയാം. ഉണ്ട്, ആ കിട്ടിയ സ്പേസ് സൂപ്പറാക്കിയിട്ടുണ്ട്. കതിർ സൂപ്പറാക്കിയിട്ടുണ്ട്. പിന്നെ ലാലിൻ്റെ ഭാഗങ്ങൾ പെർഫോമൻസുകളെല്ലാവരും കിടിലായിരുന്നു. മഞ്ജിമയുടെ എടുത്തു പറയണം. ഒരു എപ്പിസോഡിലെ മഞ്ജിമ ഉള്ളൂ, പക്ഷേ ഒരു ശക്തമായ കഥാപാത്രം തന്നെയായിരുന്നു ഉള്ളതാണ്. പിന്നെ എപ്പിസോഡുകൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 2 എപ്പിസോഡ് സൂപ്പറായിരുന്നു, തീയായിരുന്നു. അതായത് ഓരോ എപ്പിസോഡ് കഴിയുമ്പോൾ ഒരു സർപ്രൈസ്, എന്തെങ്കിലും ഒരു സംഭവം, ഒരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടുള്ള സംഭവമായിരുന്നു ഓരോ എപ്പിസോഡ് കഴിയുമ്പോൾ. ആദ്യത്തെ എപ്പിസോഡ്, രണ്ടാമത്തെ എപ്പിസോഡ് എന്നുള്ളത്. പിന്നെ 3, 4, 5, 6 ഈ 4 എപ്പിസോഡുകൾ കുറച്ച് ഡൗൺ ആയി പോയതുപോലെ തോന്നി. അത് ഡൗൺ ആയി പോവുകയും ചെയ്തു. ചെറുതായിട്ട് ലാഗ് അടുപ്പിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ നടുക്കുള്ള 4 എപ്പിസോഡുകൾ, പിന്നെ ലാസ്റ്റ് 7, 8 എപ്പിസോഡുകൾ തീയായിരുന്നു. സൂപ്പറായിരുന്നു. നല്ല ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു സീരീസ് എന്നുള്ളത്. അപ്പോൾ ഒരു മസ്റ്റ് വാച്ച് സീരീസ് ആണോ സെക്കൻഡ് സീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മസ്റ്റ് വാച്ച് സീരീസ് ഒന്നുമല്ല. മസ്റ്റ് വാച്ച് സീരീസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കൊള്ളാം, കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് സീസൺ എന്നുള്ളത് മസ്റ്റ് വാച്ച് ആയിരുന്നു. പിന്നെ ഒരു 18+ സീരീസ് കൂടിയാണ്. ഒരുപാട് തെറിവിളികളുണ്ട്. മലയാളം ഡബ്ബ്, തമിഴ് ഡബ്ബ് ഒന്നും മോശമില്ലാത്ത രീതിയിൽ ഡബ്ബ് ചെയ്തിട്ടുണ്ട്. എന്തായാലും കണ്ടു നോക്കാം. ഈ ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സീരീസുകളും സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇഷ്ടപ്പെടാതിരിക്കില്ല. ഫസ്റ്റ് സീസൺ കണ്ടവരാണെങ്കിൽ എന്തായാലും സെക്കൻഡ് സീസൺ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, നല്ല രീതിയിൽ അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സീരീസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഈ സീരീസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.